എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാം. ആദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. പക്ഷേ സ്റ്റവ് ഇപ്പോൾ ഓണാക്കണ്ട. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തു, പച്ചമുളക് ഒരു 5-6 എടുത്തു, കറിവേപ്പില ഒരു പിടി എടുത്തു. ഇനി 10-25 ചെറിയ ഉള്ളി നടുകെ കീറിയിട്ട് അതിട്ടു. പിന്നെ ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് അതും ഇട്ട്, പിന്നെ കുറച്ച് വിനീഗറും ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, നല്ലോണം നിറച്ചെടുക്കുക ചെയ്തത്, അതിട്ടു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കാശ്മീരി ചില്ലി ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. കളറ് കിട്ടാൻ കാശ്മീരി ചില്ലിയാണ് നല്ലത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അതും ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. നല്ലോണം പ്രസ് ചെയ്ത് ഞെരടി ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. എന്ന ശേഷം ഞാൻ 2 പച്ചമാങ്ങ വെച്ചാൽ ഈ മാങ്ങ ചെനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തത്. അത് ഈ വിധത്തിൽ നീളത്തിൽ നുറുക്കി വെച്ചതും ഇട്ട് നമ്മൾ ആദ്യം നല്ലോണം കൂട്ടി യോജിപ്പിച്ച മാതിരി ഇതും മാങ്ങ ഇട്ട ശേഷവും നല്ല പോലെ കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല. പാകത്തിന്, അത് നമുക്കറിയാമല്ലോ, പാകത്തിന് ഉപ്പ് ഇടണം. ഇനി ഞാൻ ഒരു തേങ്ങയുടെ പാല്, വലിയൊരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ 2ാം പാല് ഞാനിതിലേക്ക് ഒഴിച്ച് ഇനി ഇത് വേവിക്കാനായിട്ട് സ്റ്റൗ കൊളുത്താണ്. ഇനിയാണ് വേവിക്കാൻ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി വെച്ചാൽ മാങ്ങയൊക്കെ നന്നായി വെന്ത് നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കുക. 1ാം പാൽ ഒഴിച്ച ശേഷം ഇവിടെ കറി നന്നായിട്ട് തിളച്ച് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നല്ലൊരു വറവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, അതും ഇട്ട് ഒന്ന് ആവുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട വേറൊന്ന് ചെറിയ ഉള്ളി ഒരു 10 എണ്ണെങ്കിലും നന്നായിട്ട് വട്ടത്തിലരിഞ്ഞ് അത് നല്ല ചുവപ്പ് കളറാവുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടോ. അത് സത്യത്തിൽ അത് നമ്മൾ വറുത്തിടുമ്പോൾ മേലെ ഇങ്ങനെ പാറിക്കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ, അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇതിൽ വരാൻ പോണില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.